പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 സെപ്റ്റംബർ മാസം 8-ാം തീയതി തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ആ കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി കർത്താവിൻ്റെ സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം അപ്പാ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. താങ്ക് യു ലോർഡ്. അങ്ങേക്ക് സ്തോത്രം, അങ്ങേക്ക് സ്തോത്രം, അങ്ങേക്ക് സ്തോത്രം. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നപ്പാ. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തു പരിപാലിച്ച അപ്പൻ്റെ കൃപകളെ ഓർക്കുമ്പോൾ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന കർത്താവിൻ്റെ കൃപയെ ഓർക്കുമ്പോൾ സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ എഴുന്നേൽപ്പിച്ചിരിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ദൈവകൃപയ്ക്ക് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. 150-ാം സങ്കീർത്തനം ഇങ്ങനെയാണ് പറയുന്നത്. 150-ാം സങ്കീർത്തനം അവിടെ കർത്താവിൻ്റെ വചനത്തിൽ ഇങ്ങനെ പറഞ്ഞു: യഹോവയെ സ്തുതിപ്പീൻ, ദൈവത്തെ കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പീൻ. കർത്താവിൻ്റെ ബലമുള്ള ആകാശവിധാനത്താൽ കർത്താവിനെ സ്തുതിപ്പീൻ. കർത്താവിൻ്റെ വീര്യപ്രവർത്തികൾ നിമിത്തം കർത്താവിനെ സ്തുതിപ്പീൻ. ആമേൻ. കർത്താവിൻ്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം കർത്താവിനെ സ്തുതിപ്പീൻ. അപ്പോൾ കർത്താവ് ചെയ്ത വീര്യപ്രവൃത്തികളെ അതിന് തക്കവണ്ണം വേണം കർത്താവിനെ സ്തുതിക്കുവാൻ. അതുകൊണ്ടാണ് ഈ സ്തുതിക്കാൻ പറയുമ്പോൾ മൗനമായിരിക്കരുത്, കൈ അടിക്കണം, കൈകളൊക്കെ ഉയർത്തുക. കാരണം കർത്താവിൻ്റെ ആ വീര്യപ്രവൃത്തികൾ നിമിത്തം അവൻ്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം കർത്താവിനെ സ്തുതിപ്പിൻ. ഒരു ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ 1 റൺസ് എടുക്കുമ്പോൾ കൈ അടിക്കുന്നത് പോലാണോ 2 റൺസ് എടുക്കുമ്പോൾ കൈ അടിക്കുന്നത്? അതോ 4 റൺസ് എടുക്കുമ്പോഴും 6 റൺസ് എടുക്കുമ്പോഴും വ്യത്യാസമുണ്ട്. 6 അടിക്കുമ്പോൾ ജനം എഴുന്നേറ്റിരുന്നാണ് കൈ അടിക്കുന്നത്. കാരണം ആ ഒരു പ്ലെയർ അവിടെ ചെയ്ത ആ പ്രവർത്തിക്കാണ് കൈ അടിക്കുന്നത്. ഇതാ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുക, കർത്താവിൻ്റെ വീര്യപ്രവർത്തികൾ നിമിത്തം ആമേൻ അവൻ ചെങ്കടലിനെ പിളർന്നത് ഓർക്കുമ്പോൾ നമ്മൾ എത്ര സ്തുതിച്ചാലും ഒക്കെ നമുക്ക് വേണ്ടി അതിലും വലുത് ചെയ്യുവാൻ അവൻ മതിയായവനാണ്. ആമേൻ. എന്നിട്ട് 3-4 വാക്യങ്ങളൊക്കെ പറയുന്നത് എങ്ങനെ സ്തുതിക്കണം. ഗാഹളനാദത്തോടെ കർത്താവിനെ സ്തുതിപ്പീൻ, വീണയോടും കിന്നരത്തോടും കൂടെ കർത്താവിനെ സ്തുതിപ്പീൻ, തപ്പിനോടും നൃത്തത്തോടും കൂടെ കർത്താവിനെ സ്തുതിപ്പീൻ, തന്ത്രിനാദത്തോടും കുഴലിനോടും കൂടെ കർത്താവിനെ സ്തുതിപ്പീൻ, ഉച്ചനാദമുള്ള കൈത്താളങ്ങളോട് കർത്താവിനെ സ്തുതിപ്പീൻ, അത്യുച്ചനാദമുള്ള കൈത്താളങ്ങളോട് കർത്താവിനെ സ്തുതിപ്പീൻ. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. കർത്താവിനെ സ്തുതിക്കുമ്പോൾ കൈത്താളത്തോടെ സ്തുതിക്കണം. അത്യുച്ചനാദമുള്ള കൈത്താളം. ചിലരൊക്കെ കൈയടിക്കുന്നത് അവർക്ക് പോലും കേൾക്കാൻ കഴിയാത്ത വിധത്തിൽ അതൊരു മാന്യത കുറവ് പോലാണ് കാണുന്നത്. അങ്ങനെയല്ല, വേദപുസ്തകം പറയുന്നു അത്യുച്ചനാദമുള്ള കൈത്താളത്തോടെ കർത്താവിനെ സ്തുതിക്കണം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് ഒരുമിച്ച് ഇന്ന് പ്രഭാതത്തിൽ അങ്ങേ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ആമേൻ ഈ ജീവനുള്ള ദേശത്ത് ഞങ്ങളെ ജീവനോടെ ശേഷിപ്പിച്ചിരിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. തൻ്റെ കുഞ്ഞുങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളിൽ അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾ ഇന്നത്തെ പകൽക്കാലം നടക്കട്ടെ. അങ്ങയുടെ വീര്യപ്രവൃത്തികൾ തൻ്റെ മക്കളുടെ ജീവിതത്തിൽ നടക്കട്ടെ. ഹല്ലേലൂയ. അങ്ങേകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവന് അത്ഭുതകരമായ ദൈവപ്രവൃത്തികൾ ഇന്ന് തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതിനായിട്ട് സ്തോത്രം. രോഗികൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ എല്ലാ രോഗശക്തികളും വിട്ടുപോട്ടെ, എല്ലാ രോഗബന്ധനങ്ങളും അഴിയട്ടെ. അത്ഭുതകരമായ സൗഖ്യം ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ മക്കളുടെ മേൽ വെളിപ്പെട്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് അൾസറിനാൽ ഭാരപ്പെടുന്നവർ ആമേൻ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. യൂറിനറി ഇൻഫെക്ഷനാൽ ബുദ്ധിമുട്ടുന്നവർ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ കർത്താവേ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. വെരിക്കോസ് വെയിൻ്റെ ബുദ്ധിമുട്ടിനാൽ ആമേൻ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, അത് മുഖാന്തരം ഉണ്ടായിരിക്കുന്ന കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കുന്നവർ, അവരെയൊക്കെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അത്ഭുതകരമായ സൗഖ്യത്തെ ഈ പ്രഭാതത്തിൽ കർത്താവ് അയക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളെല്ലാവർക്കും വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കുക. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന രോഗത്താൽ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ തിരുക്കരം അവരുടെ മേൽ വെച്ചിരിക്കുന്നതിന് സ്തോത്രം. നസറേനായ യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ കൂട്ടമായി രോഗികൾ സൗഖ്യമാകട്ടെ. അത്ഭുതകരമായ വിടുതലുകൾ ഉണ്ടാകട്ടെ. അത്ഭുതകരമായ വിടുതലുകൾ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ ഡിമോണിക് ഇൻഫ്ലുവൻസുകളും
പൈശാചികമായ ഇൻഫ്ലുവൻസുകൾ ആമേൻ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോട്ടെ. ആമേൻ വലിയ കോപങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്നുകൊണ്ട് ശമിക്കട്ടെ. എന്തു പറഞ്ഞാലും കോപിക്കുന്ന സ്വഭാവം ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത് വിട്ടുപോട്ടെ. എല്ലാ അഡിക്ഷനുകളും വിട്ടുപോട്ടെ. ആമേൻ യേശുവിന് പറയുന്ന സ്വഭാവം വിട്ടുപോകട്ടെ. ഹല്ലേലൂയ. കൂട്ടിപ്പിടിപ്പിക്കുന്ന സ്വഭാവങ്ങൾ, സമാധാനം കെടുത്തുന്ന പ്രവൃത്തികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ ഡിമോണിക് ഇൻഫ്ലുവൻസുകളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. അതുപോലെ കർത്താവെ, സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവ് അവരുടെ മേൽ അത്ഭുതങ്ങളെ ചെയ്യണമേ. ദൈവപ്രവൃത്തി അവരുടെ ജീവിതത്തിൽ കാണുവാൻ കർത്താവ് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം. ജോലിയില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വഴികൾ തുറക്കുന്നതിനായിട്ട് സ്തോത്രം. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന അഭിഷക്ത ദാസിദാസന്മാരെ അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യണം. അവരുടെ കുടുംബങ്ങളെ ആദരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഒരു ഉണർവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയൊരു റിവൈവൽ ലോകവ്യാപകമായി ഉണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. സകല മഹത്വവും പുകഴ്ചയപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. നിങ്ങളെല്ലാവരും, ഇന്നിത് കേൾക്കുന്ന എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ അതിൽ പങ്കെടുക്കണം. നിശ്ചയമായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഗ്യാരണ്ടീഡ് ബ്ലെസ്സിങ്സ് ഉണ്ടാക്കും. ആമേൻ. ദൈവസന്നിധിയിൽ കഴിക്കുന്ന ഒരു നിമിഷം പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടത്തില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടൊന്ന് കയറി നോക്കിക്കേ. അത് നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ബ്ലെസ്സിങ് ആയിരിക്കും. നിങ്ങളുടെ തലമുറയ്ക്ക് അത് ബ്ലെസ്സിങ് ആയിരിക്കും. നിങ്ങളുമായിട്ട് കണക്റ്റ് ആയിരിക്കുന്ന സകലത്തിനും, നിങ്ങളുടെ ജോലിക്കും നിങ്ങളുടെ ബിസിനസ്സിനും എല്ലാം ബ്ലെസ്സിങ് ആയിരിക്കും. അതുകൊണ്ട് ഇന്ന് വൈകിട്ട് 2 മണിക്കൂർ കർത്താവിന് വേണ്ടി മാറ്റിവെക്കണം. ഇന്ത്യൻ സമയം 9:30 മുതൽ 11:30 വരെയുള്ള സമയമാണ്. കർത്താവ് നിങ്ങളെ അതിനായിട്ട് ഒരുക്കട്ടെ. നിങ്ങൾ മാത്രമല്ല, നിങ്ങളോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരെയും അതിൽ ഭാഗമാക്കണം. എന്തെങ്കിലും അത്യാവശ്യമായ പ്രാർത്ഥന റിക്വസ്റ്റുകളുണ്ടെങ്കിൽ ഈ നിങ്ങളുടെ ഓഡിയോ മെസ്സേജ് ഇട്ടാൽ നമുക്ക് അത് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കഴിയും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. ഇന്നലെയും നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നാണ് കേട്ടത്. ഇന്നും 5-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ബ്ലെസ്സഡ് ആർ ദ പ്യുവർ ഇൻ ഹാർട്ട്. ആമേൻ. ഹൃദയശുദ്ധിയുള്ളവർ. നമ്മൾ ഈ ഹൃദയശുദ്ധി എന്ന് പറയുമ്പോഴത്തേക്കിനെ നമ്മൾ പെട്ടെന്ന് പല രീതിയിൽ ചിന്തിക്കും. എന്നാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ, ആമേൻ, ഹൃദയത്തിലെ ചിന്തകൾ ഒക്കെ ദൈവം നോക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ആമേൻ, ആമേൻ. നമ്മൾ ഭയങ്കരമായിട്ട് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. പക്ഷേ അതിൻ്റെ പിൻപിലുള്ള നമ്മുടെ ഉദ്ദേശം കറക്റ്റ് അല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് റിസൾട്ട് കൊണ്ട് തരത്തില്ല. പല ഉപവാസങ്ങൾക്കും പ്രാർത്ഥനകൾക്കും മറുപടി ഇല്ലാത്തതിൻ്റെ കാരണം ഇതിൻ്റെ പിൻപിൽ നമ്മുടെ ഹൃദയത്തിലെ ഉദ്ദേശം. ഹല്ലേലൂയ. നമ്മൾ 1 ശമൂവേലിൻ്റെ പുസ്തകം 16-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അതായത് മനുഷ്യൻ പുറമേ ഉള്ളതാണ് നോക്കുന്നത്, എന്നാൽ കർത്താവ് അകമേ ഉള്ളത് നോക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ആരാധനയ്ക്ക് പോകുമ്പോൾ, നമ്മൾ പ്രൊക്ലമേഷൻസ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഇൻറ്റൻഷൻ, ആഗ്രഹത്തെ ദൈവം നോക്കുന്നു. ഇപ്പം ഒരു ദേശത്തിൻ്റെ ഉണർവിന് വേണ്ടി ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ഉണർവ് എന്തിനു വേണ്ടി ആണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. നിങ്ങളുടെ സഭ വളരാൻ വേണ്ടിയാണോ, അതോ നിങ്ങൾക്കൊരു ഫെയിം ഉണ്ടാകാൻ വേണ്ടിയാണോ, അതോ കുറേ ആളുകൾ കൂടി വരാൻ വേണ്ടിയാണോ, അതോ നരകത്തെ കൊള്ളയടിക്കാൻ വേണ്ടിയാണോ? ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പം നിങ്ങളുടെ ഉദ്ദേശം, നമ്മുടെ ഹൃദയത്തിലെ ഉദ്ദേശം നരകത്തെ കൊള്ളയടിക്കുക എന്നുള്ളതാണെങ്കിൽ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് മറുപടി ഉണ്ടാകും. അപ്പം നമ്മുടെ ഉള്ളിലുള്ളത് കർത്താവ് നോക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം 4-ാമത്തെ അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യു ആസ്ക് ആൻഡ് ഡു നോട്ട് റിസീവ്. നിങ്ങൾ ചോദിക്കുന്നു എങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. കാരണം എന്നാ? നിങ്ങളുടെ ജഡീക അഭിലാഷത്തിലാണ് നിങ്ങൾ ചോദിക്കുന്നത്. നിങ്ങളുടെ ജഡീകമായ ആഗ്രഹങ്ങൾ നിമിത്തം നിങ്ങൾ ചോദിക്കുന്നത് കൊണ്ടാണ് അത് ലഭിക്കാത്തത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവ് എപ്പോഴും നമ്മൾ ദൈവസന്നിധിയിൽ ഉപവസിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ ഉള്ളിലെ ആഗ്രഹത്തെ കർത്താവ് നോക്കും. ഇത് ഇവൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം ഒരു ദൈവിക ഗ്ലോറി തന്നെയാണോ ഉദ്ദേശിക്കുന്നത്? കിങ്ഡത്തിൻ്റെ വളർച്ചയാണോ ഉദ്ദേശിക്കുന്നത്? ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണോ, ദൈവ ഇഷ്ടത്തിന് വേണ്ടിയാണോ ഇവൻ ഈ പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മൾ ചില മണിക്കൂറുകൾ പ്രാർത്ഥിക്കും, പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹത്തെ കർത്താവ് നോക്കുമ്പോൾ അതിൻ്റെ പിൻപിൽ നല്ല ആഗ്രഹങ്ങളല്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമുക്ക് അത് സാധിച്ചെടുക്കാൻ കഴിയത്തില്ല. ഏലിയാവ് പ്രാർത്ഥിക്കുമ്പോൾ ഏലിയാവിൻ്റെ പിൻപിലുള്ള ഉദ്ദേശം, ആ ദേശം കർത്താവിലേക്ക് വരണം, പാപത്തെ അവർ വെടിയണം, അവർക്ക് പാപബോധമുണ്ടാകണം, അവർ കർത്താവിനെ ആരാധിക്കുന്നവരായിത്തീരണം. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം.
ആ ആഗ്രഹത്തെയാണ് കർത്താവ് കണ്ടത്. നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ശബ്ദത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റും, നല്ല പ്രാസത്തിന് പ്രാർത്ഥിക്കാൻ പറ്റും, നല്ല നല്ല പദങ്ങളും വാക്കുകളും ഒക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ പ്രാർത്ഥനയുടെ പിൻപിലുള്ള ഉദ്ദേശം വളരെ ഇമ്പോർട്ടൻ്റ്. അതാണ് നമ്മുടെ റിസൾട്ടിനെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ശക്തമായിട്ട് ഈ ദിവസങ്ങളിൽ ഹൃദയത്തെ ഒന്ന് ശോധന ചെയ്യണം. സങ്കീർത്തനക്കാരൻ ദാവീദ് പറഞ്ഞില്ലേ, കർത്താവേ, അങ്ങ് എൻ്റെ ഹൃദയത്തെ നോക്കണമേ. അങ്ങ് അന്തരംഗത്തിലെ സത്യമല്ലോ അങ്ങ് ഇച്ഛിക്കുന്നത്. എൻ്റെ അന്തരംഗത്തിലെ സത്യമല്ലോ, എൻ്റെ ഉള്ളിലെ ആഗ്രഹമല്ലോ കർത്താവ് നോക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. അവരാരെ കാണും? ദൈവത്തെ. ഏത് എക്സ്റ്റൻറ്റ് വരെ ദൈവത്തെ കാണാൻ കഴിയും. സൗഖ്യമായിട്ട് അവനെ കാണാൻ കഴിയും, വിടുതലായിട്ട് അവനെ കാണാൻ കഴിയും, ഉണർവായിട്ട് അവനെ കാണാൻ കഴിയും, വലിയതായിട്ട് കാണാൻ കഴിയും. അപ്പം നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം കറക്റ്റാണെങ്കിൽ. കർത്താവ് വചനത്താൽ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമുക്ക് കാണണം. അതുവരെയും യേശുവിൻ്റെ രക്തത്തിൻ്റെ മറവിൽ നമ്മളെല്ലാവരെയും കർത്താവ് മറയ്ക്കട്ടെ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. God bless you. God bless you. God bless you. Hallelujah.